ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് ഇപ്പോൾ ചിലിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം പോലും വിജയിക്കാനാവാതെ ബ്രസീൽ പുറത്തായിരുന്നു. എന്നാൽ അർജന്റീന സമ്പൂർണമായ ആധിപത്യമാണ് ഇതുവരെ പുലർത്തിയിട്ടുള്ളത്. അതായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് പ്രീ ക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കി. ഇപ്പോൾ പ്രീ ക്വാർട്ടർ മത്സരത്തിലും കിടിലൻ വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത്. ആഫ്രിക്കൻ കരുത്തരായ നൈജീരിയയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകൾ നേടിക്കൊണ്ട് അർജന്റീന വിജയം ഉറപ്പാക്കിയിരുന്നു. മത്സരത്തിന്റെ 2ാമത്തെ മിനിറ്റിൽ തന്നെ സാർക്കോ ഗോൾ നേടിയിരുന്നു. മികച്ച പ്രകടനമാണ് ഈ കോമ്പറ്റീഷനിൽ സാർക്കോ ഇപ്പോൾ പുറത്തെടുക്കുന്നത്. പിന്നീട് 23ാമത്തെ മിനിറ്റിൽ കരീസോ ഗോൾ നേടി. 53ാമത്തെ മിനിറ്റിലും കരീസയുടെ ഗോൾ പിറക്കുകയായിരുന്നു. പിന്നീട് 66ാമത്തെ മിനിറ്റിൽ മറ്റൊരു സൂപ്പർ താരമായ സിൽവേറ്റി ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഇങ്ങനെയാണ് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് അർജന്റീന നൈജീരിയയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആകെ 10 ഷോട്ടുകളാണ് അർജന്റീന ഉതിർത്തിട്ടുള്ളത്. അതിൽ 6 ഷോട്ടുകളും ടാർഗറ്റിലേക്കായിരുന്നു. പൊസഷന്റെ കാര്യത്തിലും പാസുകളുടെ കാര്യത്തിലുമൊക്കെ അർജന്റീന തന്നെയാണ് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ളത്. അങ്ങനെ അർഹിച്ച ഒരു വിജയമാണ് അർജന്റീന ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ക്വാർട്ടർ ഫൈനലിന് യോഗ്യത സ്വന്തമാക്കാൻ ഇപ്പോൾ അർജന്റീനക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ മത്സര ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് സ്പെയിൻ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഉക്രൈനെ തോൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1-നെതിരെ 4 ഗോളുകൾക്കാണ് മെക്സിക്കോ ചിലിയെ ഇപ്പോൾ തോൽപ്പിച്ചിട്ടുള്ളത്. അതേസമയം സൗത്ത് ആഫ്രിക്കയെ 1-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ കൊളംബിയക്ക് കഴിഞ്ഞിട്ടുണ്ട്. നോർവേയും പരാഗ്വയും തമ്മിലുള്ള മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗോൾ രഹിത സമനിലയാണ്. അതുപോലെ തന്നെ ജപ്പാനും ഫ്രാൻസും തമ്മിലുള്ള മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോൾ രഹിത സമനിലയാണ്. അതുപോലെ തന്നെ ഇറ്റലിയും അമേരിക്കയും തമ്മിലുള്ള ഒരു മത്സരവും മൊറോക്കോയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ഒരു മത്സരവും ഇനി പ്രീ ക്വാർട്ടർ റൗണ്ടിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അർജന്റീനയും മെക്സിക്കോയും തമ്മിലാണ് ഏറ്റുമുട്ടുക. അതേസമയം സ്പെയിനും കൊളംബിയയും തമ്മിലുള്ള മത്സരം അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഏതായാലും അർജന്റീന ആ ഒരു കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ട് കുതിക്കുകയാണ്. ആർക്കും ഇപ്പോൾ അർജന്റീനയെ തടയാൻ സാധിക്കുന്നില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.